കാഴ്ച മറച്ച് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കൊല്ലം ചിന്നക്കടയിൽ പാതയോരങ്ങളിൽ വ്യാപകമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് ശക്തമായ താക്കീതാണ് ജസ്റ്റിസ് നൽകിയത്. കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ച് താക്കീത് ചെയ്യുകയും 2.5 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. കൊല്ലം കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഹൈക്കോടതി ജഡ്ജി ഇടപെട്ടത്. വഴിയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും കാഴ്ച മറയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വരുത്തിവെക്കുന്ന വിന പറഞ്ഞറിയിക്കേണ്ടതില്ല. പാർട്ടികളുടെയും നേതാക്കളുടെയും പ്രതിച്ഛായ നിർമ്മാണത്തിനും വർധനയ്ക്കും വേണ്ടി സ്ഥാപിക്കുന്ന ഫ്ലെക്സുകൾ എത്രമാത്രം പൊതുജന ശല്യമാണെന്ന് അറിയാമെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. CPMന്റെ സമ്മേളനങ്ങൾ നടക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സുകളും ബോർഡുകളും നഗര ഗ്രാമീണ പ്രദേശങ്ങളിൽ നിറയുന്നു. ഈ വിഷയത്തിൽ കർക്കശമായ നിലപാടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത്. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. ഇതുവരെ എത്ര ബോർഡുകൾ നീക്കം ചെയ്തുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ധൈര്യം വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. ഫ്ലെക്സ് ബോർഡുകളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്വീകരിച്ച നടപടി എന്താണെന്നും ഹൈക്കോടതി ചോദിച്ചു. അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ കേസെടുത്തോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഇത് സംബന്ധിച്ച കണക്കുകൾ സർക്കാർ കൃത്യമായി അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനിടെ തൃക്കാക്കര MLA ഉമാ തോമസ് PT തോമസിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങ് ജസ്റ്റിസ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ പ്രചരണ പോസ്റ്റർ കൊച്ചി നഗരപ്രദേശങ്ങളിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും സ്ഥാപിച്ചത് ചർച്ചാ വിഷയമായി. ഫ്ലെക്സ് ബോർഡുകൾ ഒരിടത്തും സ്ഥാപിച്ചില്ല എന്നത് ശ്രദ്ധേയമായി. ഈ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ട ജസ്റ്റിസ് തന്റെ ചിത്രം വച്ച പോസ്റ്ററുകൾ നീക്കം ചെയ്യണമെന്ന് MLAയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവ നീക്കം ചെയ്തു. എന്നിരുന്നാലും ഇതൊരു അവസരമായി കണ്ട് ജസ്റ്റിസിന്റെ കടുത്ത വിമർശകരായ സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം ഇളക്കിവിട്ടിരിക്കുകയാണ്. കൊച്ചിക്കാർ നേരിടുന്ന പല ജനകീയ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ജഡ്ജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കൊച്ചി നഗരം വെള്ളക്കെട്ടിൽ മുങ്ങിയപ്പോഴും റോഡുകൾ താറുമാറായപ്പോഴും എല്ലാം സജീവമായി ഇടപെട്ട് അധികൃതരെ ഉണർത്താൻ പരിശ്രമിച്ചയാളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ജസ്റ്റിസിനെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട്. ഈ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നത് വളരെ ഗുരുതരമായ അപകടത്തിന് പോലും സാധ്യത ഉണർത്തുന്നതാണ്. അതെല്ലാം മുൻകൂട്ടി കണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ മുന്നറിയിപ്പ് നൽകിയിട്ടും വളരെ അപകടകരമായ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ പലയിടത്തും സ്ഥാപിച്ചിരുന്നു. ഇതെല്ലാം ഉടനടി നീക്കണം എന്ന് തന്നെയാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷയും ലഭിക്കും.